ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പൊ അതാക്കണം നമ്മളെ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടേക്കാണ് കേട്ടോ. കുറച്ചൊക്കെ സാധനങ്ങൾ കൊണ്ടേക്കാണ്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് വന്നില്ല. അപ്പൊ അതില് നമ്മൾ കുറെ പഴയതൊക്കെ തേച്ച് മുറിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. നിസ്കാര കുപ്പായം, നിസ്കാരപ്പട, അങ്ങനത്തെ സാധനങ്ങൾ, ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ തിരുമ്പിക്കാണ്ടാണ് പോണത് കേട്ടോ. ഒന്നാമത് അവിടെ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ നമ്മളെ കാക്കുവിന്റെ ഫ്രണ്ടിന്റെ വണ്ടി കൊടുന്നിക്കാണ് കേട്ടോ. അതിൽ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അതിലങ്ങനെ കൊണ്ടുപോകാം. പിന്നെ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് മറ്റേ വണ്ടി വരും, വലിയ വണ്ടി വരും. അപ്പം അതിൽ കൊണ്ടുപോകാന്നുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഈ ചെറിയ പാത്രങ്ങളും കുപ്പിയും പാട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പോൾ ഒരു 3-4 ട്രിപ്പ് ഉണ്ട് അടിച്ചാൽ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചോദിച്ചിരുന്നു പഴയ വീടിൻ്റെ അടുത്താണോ എന്ന്. അപ്പോൾ നമ്മളെ പഴയ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ അവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ട്രിപ്പായിട്ട് നമ്മളെ ഈ ഡ്രസ്സ് ഐറ്റംസ് സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നുള്ളും നുറുക്കുകളൊക്കെ, അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിക്ക് നമ്മളെ ഒരു പിക്കപ്പ് വിളിച്ചാൽ നമ്മളെ മറ്റേ വലിയ സാധനങ്ങൾ, കട്ടില, അലമാര, അങ്ങനത്തെ ഒക്കെ നമുക്ക് കൊണ്ടുപോയിടാം കേട്ടോ. പിന്നെ കട്ടില 1-2 ഒക്കെ കൊണ്ടുപോയിടാന്ന് കരുതുന്നു. ബാക്കിയൊക്കെ നമുക്ക് നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 ട്രിപ്പായിട്ട് അങ്ങനെ. അപ്പോൾ റിതും കാക്കും അവിടെ തന്നെ ആയിരുന്നു. പിന്നെന്താ റിഷാമത് ചാനൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യോണ്ട് കേട്ടോ. ലൈക്കുമ്പോൾ തൊടുകൊണ്ട് മറക്കരുത്. പിന്നെ നിങ്ങളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എന്നും വേണം. പിന്നെ അവിടെ 2 സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, എടുത്തുതരാം. പിന്നെ എൻ്റെ ഇത്താത്തൻ്റെ മോള് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധനങ്ങൾ, ഫർണിച്ചർ, അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വിടാം കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ 2 സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമ്മളെ മുസാഫൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ സാധനം ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണതാണ്. പിന്നെയും വണ്ടിക്ക് നമ്മളങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതാ ചെയ്യണില്ല കേട്ടോ. ചെറുതൊക്കെ എടുത്തോളി. ആ പാത്രം മൂത്തമ്മ മോറി വെച്ച പാത്രമല്ലേ, വെച്ച പാത്രങ്ങളില്ലേ, അതൊക്കെ എടുത്തോ. അപ്പോൾ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അങ്ങോട്ട് കൊടുന്നാൽ പിന്നെയും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണ്ടേ നമ്മള്. അപ്പോൾ ഒക്കെ അവിടെ ഇറക്കി വെക്കുകയാണ്. പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ ഒരു 2-3 ട്രിപ്പായിട്ട് അടിച്ചാണ്. ഇനി ഞാൻ അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കുറച്ചൊക്കെ പിന്നെ തിരുമ്പാലൊക്കെ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ കുറേ തിരുമ്പിയിട്ടുണ്ട്. ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെള്ളത്തിനാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരും. അപ്പോൾ അതൊക്കെ ശേഖരിച്ച് വെക്കണം. നാളത്തെ പരിപാടിക്ക് ഇനി വെള്ളത്തിനൊരു മുട്ടുണ്ടാവാൻ പാടില്ല. പിന്നെന്താ, സിലൂന് ഞാൻ വിളിച്ചിരുന്നു കേട്ടോ. സിലൂന് ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓള് പോന്നിട്ടില്ല. ഇനിയിപ്പോൾ പോന്നാൽ തന്നെ ബുധനാഴ്ചയൊക്കെ ആയിട്ട്. ഓള് ചൈനയിലാണ് കേട്ടോ. ബിസിനസ് ആവശ്യത്തിന് പോയതാണ്. എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓള് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾക്ക് വരാൻ കഴിയില്ല. കാരണം ബുധനാഴ്ചയൊക്കെ ഇനി വന്നാൽ തന്നെ അപ്പം തന്നെ മക്കളെ ഇട്ട് പോയതല്ലേ ഓള്. നമ്മളൊരു പരിപാടിക്ക് ഓടി വരാൻ കഴിയില്ല. പിന്നെ ഇവിടുന്ന് തന്നെ പെട്ടെന്ന് മാറി കൊടുക്കണം. അവിടെയും തന്നെ ക്ലിയർ ആക്കിയൊക്കെ റെഡിയാക്കിയല്ലേ. അപ്പോൾ ഒരു ദിവസം അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്ഷണിക്കണം. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ അർജൻറ്റ് ആയതുകൊണ്ട് ഇത്രയും ദിവസം നിന്നില്ലേ. അപ്പോൾ ഓളെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി സാധനങ്ങളൊക്കെ കൊണ്ടിടട്ടെ. അവിടെ പോട്ടെ. അവിടെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ട് കാണിച്ചു തരാം കേട്ടോ. അസ്സലാമു അലൈക്കും. മെല്ലെ വെച്ചോ.
അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നല്ലോ, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ആ ചാക്കിലാക്കിക്കാണ്ട് ആ വണ്ടിയിൽ ഒരു ട്രിപ്പ് അടിച്ചു, 2ാം ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് ഇടുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റിൽ ഇങ്ങനെ ഓരോന്ന് ഒരു കുപ്പികളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകി വൃത്തിയാക്കിയിരുന്നു. പൊടികളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ മറ്റേ ബക്കറ്റിലും ആക്കി. പിന്നെ കുറച്ച് ഞാൻ സ്റ്റീലിൻ്റെ ഒക്കെ വേറൊരു ബക്കറ്റിലും ആക്കി കേട്ടോ. ഇനി പൊട്ടുന്ന പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി ഉണക്കി വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ ഷെയ്മോൾ തുടച്ച് വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി പൊട്ടും കരുതിയിട്ട് ഇതൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. മറ്റേ ആ പിക്കപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ തട്ടി പൊട്ടി ഒക്കെ ആകെ ചില്ലും ഒക്കെ പൊട്ടിപ്പോവും. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ മെല്ലെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ വെക്കാലോ എന്ന് കരുതിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള പരിപാടി. അപ്പോൾ തന്നെ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു ഒരാൾ കുളിച്ചോളി പറഞ്ഞ നേരം 4 മണിയൊക്കെ ആയി തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിച്ച ഷെയ്മോളെ, ഓരോരുത്തർ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കും തന്നെ അവിടെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഏട്ടത്തിൻ്റെ മോളെന്തോ സാധനം കൊടുത്തയച്ചേക്കണം, ഫർണിച്ചർ എന്തോ പറഞ്ഞു. അപ്പോത്തിന് അവർ വരുമ്പോത്തിന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ കുറച്ച് സാധനം അങ്ങോട്ടും തന്നെ കൊടുത്തയക്കാമെന്ന് കരുതിക്കാണ്ട് കുറച്ചൊക്കെ അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയില്ലാക്കെ ഞാൻ നാളെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയേക്കാമെന്ന് കരുതിയിട്ട് ഒന്നായിട്ട് കൊണ്ടുപോയേക്കണ്ടല്ലോ. അപ്പോൾ അതാക്കണ പൊട്ടണ പാത്രങ്ങളൊക്കെ പിന്നെ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യമായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു കൊട്ടിയിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാനാക്കി വെച്ചോ, ശരിയായില്ല. പിന്നെ ഷെയ്മോളാക്കി വെച്ചോ, അപ്പോൾ അതും ശരിയായില്ല. പിന്നെ റിതുവിൻ്റെ പണി തന്നെയാണ് കേട്ടോ. ഞാനാക്കി വെച്ചോളാം അങ്ങോട്ട് നിങ്ങൾ 2ആളും പറഞ്ഞു കാണ്ടി. അപ്പോൾ രാവിലെ 2ആളൊന്നും അംഗം വെട്ടിക്കണം കേട്ടോ. ഞാനും റിതുവൊന്നും ഇങ്ങനെ ഗുസ്തി കൂടി. എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കലും നമ്മൾ ഈ സാധനം കൊണ്ടായാലും അങ്ങോട്ടിടലും ഇങ്ങോട്ടിടലും ഒരു പണി തന്നെയാണ്. ഒരു ഒഴിവില്ലല്ലോ. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റ് ചെയ്ത് കണ്ട് വിടും വേണം, എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വോയിസ് കൊടുക്കും വേണം. അപ്പം നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാ ടൈമാണ്. പിന്നെ നിങ്ങൾ കാത്തിക്കണാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ തിരക്ക്. പിന്നെ ഫോൺ കോളുകൾ ഒരുപാട് വരുന്നുണ്ട്, അതൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. എടുക്കാത്തതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടിയിട്ടില്ല. ആകെപ്പാടെ ഇവിടെ തിരക്കായിട്ടാണ് കേട്ടോ. ഇനി എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. അതിനനുസരിച്ച് ഒഴിവ് കൊടുക്കാൻ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം കൂടിയല്ലേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കേണ്ടി വരും. നാളെ നമ്മൾ അങ്ങോട്ട് പോവുമല്ലേ. പിന്നെ കുറച്ചൊക്കെ കൊട്ടിയിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം പാത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒക്കെ മോറി വൃത്തിയാക്കി ഉണക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശം പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ചായപാത്രം, ഒരു എന്താ പറയുക കപ്പ് ഉണ്ടാവുമല്ലോ, ചായ വരുന്ന കപ്പും 4 ഗ്ലാസ്സും 2 പ്ലേറ്റും ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇനി ഞങ്ങൾക്കൊന്ന് അന്തിക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാനും വേണ്ടിയിട്ടുള്ള പാത്രം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പാത്ര ഐറ്റംസ് നമുക്ക് എത്ര കിട്ടിയാലും തയ്യില്ലല്ലോ. നാളെ ഇനി പാത്രത്തിനൊക്കെ വെള്ളം കലക്കാനും ഇതിനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മുറിക്കാണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെന്താ ഋഷ മൊയ്തു ചാനൽ എന്നും പറയണ പോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട, ഒരുപാട് പ്രാർത്ഥനയും നിങ്ങൾ ഒരുപാട് വാട്സപ്പിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഒന്നും ഒഴിവിട്ടായിട്ടാട്ടോ റിപ്ലൈ തരാത്ത, കമൻറ്റിനൊന്നും റിപ്ലൈ തരാത്ത, അതുകൊണ്ടാട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇതൊക്കെ അങ്ങോട്ട് ഒരു ഇതൊക്കെ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ വീഡിയോസും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ കട്ടിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ വീഡിയോ കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.